ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കൂന്തൽ റോസ്റ്റ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് തികച്ചും വേറൊരാളും ഇങ്ങനെയൊന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല, അത്രയും എളുപ്പപ്പണിയാണ്. അപ്പോൾ ആദ്യം തന്നെ കൂന്തൽ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കുക. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർ പൊരിക്കലൊന്നുമില്ല തോന്നുന്നുണ്ട്, ഞാൻ പൊരിച്ചിട്ടാണ് ഇടുന്നത്. അതിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണെന്ന് തോന്നുന്നു, അറിയില്ല. എൻ്റെ വീട്ടിലൊക്കെ കൂന്തൽ പൊരിച്ചിട്ടാണ് വെക്കൽ. അപ്പോൾ കൂന്തൽ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിലല്ല വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിക്കുന്നത്. ഒന്നുകൂടി ടേസ്റ്റ് കൊടുത്ത് വിചാരിച്ച് അങ്ങനെ കൂന്തലൊക്കെ നല്ലോണം ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ആവണ ആ ടൈം കൊണ്ട് നമുക്ക് മീഡിയം സൈസുള്ള 2 ഒനിയനാണ് എടുത്തിട്ടുള്ളത്, സവാള അത് നല്ലോണം ക്ലീൻ ആക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അതൊക്കെ എത്രയാണോ നമ്മൾ കൂന്തലും അതേപോലെ എത്രയാണോ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. പിന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലോണം തൊലി കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് അത് നന്നായി കുനുകുന അരിയാം, അല്ലെങ്കിൽ നീളത്തിലരിയാം, വട്ടത്തിലരിയാം, ഒരു കുഴപ്പമില്ല. നല്ലോണം വാട്ടിയെടുക്കുകയാണ്. അപ്പോഴത്തേനും നമ്മളെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഫെയറൂനെ അവിടെ ഇരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മാത്രമുള്ള എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ പണിയും ഞാനായതുകൊണ്ട് ഞാൻ അവനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ടുള്ളതാണ്. എനിവേ നമ്മൾ സവാള ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം വഴറ്റിയെടുക്കുക. ആ ഒരു ഓയിലിൽ തന്നെ കേട്ടോ, നമ്മൾ പൊരിച്ച ഓയിലിൽ തന്നെ ഇടുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിലിട്ടാൽ നല്ല ടേസ്റ്റ് കൂടുന്നുള്ളത്. അങ്ങനെ അതിൽ പിന്നെ ഇട്ടിട്ടുള്ളത് നമ്മളെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ്. അതിട്ട് കൊടുത്തിട്ട് നല്ലോണം നമ്മൾ മറ്റേ മുളക് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതും ഇടാം. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. കുറേ എരിവായാലും ഫെയറൂന് പറ്റില്ല, അപ്പം ഞാൻ അതിട്ടില്ല. പിന്നെ ഐഫോൺ യൂസേഴ്സിനൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാണുന്നത്. ഫോൺ ഒരുപാട് നേരം ഹീറ്റായിട്ട് അതിന് ഫ്ലാഷ് വരില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് കളറൊക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ട്, ഫ്ലാഷ് ഓൺ ആവുന്നില്ല. ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അതിനിടയ്ക്ക് അത് പറയാം. പിന്നെ നമ്മളിതിൽ തക്കാളി ഇട്ട് കൊടുക്കുക, മൂടി വെച്ചിട്ട് നല്ലോണം അതൊന്ന് ഉടച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടമുള്ള പൊടികൾ നേരിടുക, പിന്നെ വെച്ചാൽ ആഡ് ചെയ്യാം. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി ഇടാം. പിന്നെ എന്തും നമ്മൾക്ക് ഇഷ്ടമല്ല, നമ്മൾ ഫ്ലേവർ എന്താണോ അതിനനുസരിച്ചുള്ള എന്തും നമുക്ക് ഇടാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതാക്കിയാൽ നമ്മൾ കൂന്തൽ റോസ്റ്റ്, അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡിയാണ്. അത് ചോറിക്കൂട്ടി നന്നായിട്ട് കഴിക്കാം. എനിവേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പി.